സാറ് നരേന്ദ്രമോദി എല്ലാ കാലത്തും ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. അതിനാൽ തന്നെയാണ് ജോർജ് കുര്യനെ ഇപ്പോൾ മന്ത്രിയാക്കിയിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ക്രിസ്മസ് കാലമാണല്ലോ. ഇന്നലെ ജോർജ് കുര്യന്റെ വീട്ടിൽ മോദി എത്തുകയും ആ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മോദിയുടെ ഒരു സന്ദേശമല്ലേ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെയും തന്നോടൊപ്പം കൂട്ടുകയാണെന്ന ഒരു സന്ദേശമാണല്ലോ ഇതിലൂടെ നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. ഇപ്പോഴ് ഈ പ്രതിപക്ഷ മുന്നണികൾ എല്ലാവർക്കും അങ്ങ് കാലിളകിയിരിക്കുകയാണ്. കാരണം നരേന്ദ്രമോദി എപ്പോഴും ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെ കൂടെ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനം നൽകിയത് തന്നെ. ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം നൽകിയതിലൂടെ കേരളത്തിലെ ന്യൂനപക്ഷത്തെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാകുമെന്ന് ആരെങ്കിലും ധരിച്ചു പോലുമില്ല. അദ്ദേഹം പോലും ഞെട്ടി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്തും. ഇപ്പൊ തന്നെ വത്തിക്കാനിലെ മാർപ്പാപ്പയെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക്. അതൊരു പക്ഷെ ആ വരവ് കേരളത്തിലേക്ക് കൂടിയാകാം. കാരണം ഇപ്പൊ ശിവഗിരിയുമായിട്ടൊരു വലിയ ബന്ധം കൂടിയായിപ്പോയി. സർവമത സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടത്തിയതിൻ്റെ ശിവഗിരിക്കാരാണ് മുൻകൈ എടുത്തത്. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം എന്ന കൃതി ഇറ്റാലിയൻ ഭാഷയിലാണ് അവിടെ വായിച്ചത്. അപ്പൊ ഇതൊക്കെ വലിയ അംഗീകാരമാണ്. ക്രൈസ്തവ സഭ ഇതൊക്കെ അംഗീകരിക്കുന്നു എന്നുള്ളത് പോലും. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെക്കുറിച്ച് പഠനം നടത്തി ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരു ബിഷപ്പ് തന്നെ കേരളത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവരെയൊക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാർ കൂടെ നിർത്തുകയായിരിക്കും എപ്പോഴും ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും പ്രതിപക്ഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താണ്? ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു, ഫാസിസമാണ്, വർഗീയത കാണിക്കുന്നു, ഹിന്ദുത്വമാണ് ഇവരുടെ അജണ്ട, ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ. ഇവിടെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി പ്രശംസിച്ചുകൊണ്ട് ബിഷപ്പുമാര് രംഗത്ത് വന്നല്ലോ. കണ്ണൂരിലുള്ള ഒരു ബിഷപ്പ് പാംപ്ലാനി എന്താണ് പറഞ്ഞത്? റബ്ബറിന് 300 രൂപ തരൂ, ഞങ്ങൾ കേരളത്തിൽ നിന്ന് MP-മാരെ തരാം എന്നാണ് പറഞ്ഞത്. ബിഷപ്പ് പാംപ്ലാനി ഇത് പറഞ്ഞപ്പോഴത്തേക്കും പ്രതിപക്ഷം ആകെ കൂടങ്ങ് ഇളകി മറിഞ്ഞു. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ CPM, LDF-ഉം UDF-ഉം ആകെ ഇളകി മറിഞ്ഞു. കാരണം ബിഷപ്പുമാരെല്ലാം തിരിയാൻ പോകുന്നു, ക്രൈസ്തവ സഭ BJP-യോട് അടുക്കുന്നു എന്നവർക്ക് മനസ്സിലായി. ആ പാംപ്ലാനിയുടെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളമുള്ള ബിഷപ്പുമാർ പാംപ്ലാനിക്ക് പിന്തുണയും നരേന്ദ്രമോദിയോട് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ അനിൽ ആന്റണിയുടെ ഒരു വരവ്, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുള്ള വരവ്, അത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ ഇടയാക്കി. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ അനിൽ ആന്റണി ഇറക്കിയത്. അവിടെ മത്സരിച്ചത് 3 പേരും ക്രൈസ്തവരല്ലേ. തോമസ് ഐസക്, ആന്റോ ആന്റണിയാണ് വിജയിച്ചത്. അപ്പോൾ ഈ BJP ക്രൈസ്തവരെ സ്ഥാനാർത്ഥികളെ ഇറക്കുമ്പോൾ അതിനോട് സഭയ്ക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പൊ തൃശ്ശൂർ തന്നെ നോക്കിക്കേ, തൃശ്ശൂരിൽ ക്രൈസ്തവര് ധാരാളം ഉണ്ട്, ധാരാളം പള്ളികളും ഉണ്ട്. സുരേഷ് ഗോപി അവിടെ എല്ലാം നല്ല ബന്ധമല്ലേ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ പള്ളിയിൽ കിരീടം സമർപ്പിക്കുന്നു. ക്രൈസ്തവർ പോലും ഇത്രയും പോയിട്ടില്ലാത്ത തരത്തിൽ സുരേഷ് ഗോപി അവിടുത്തെ ക്രൈസ്തവ ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. പലരും ചോദിച്ചത് ക്രൈസ്തവർ BJP-ക്ക് വോട്ട് ചെയ്യുമോ, തൃശ്ശൂരിൽ വോട്ട് ചെയ്യുമോ എന്നൊക്കെ ക്രിസംഗി എന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രൈസ്തവര് BJP-ക്ക് വോട്ട് ചെയ്യും. നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രാഭവത്തിൽ ആകർഷണം ഉണ്ടായിക്കൊണ്ട് മോദിജിയുടെ പദ്ധതികളെ പിന്തുണച്ചുകൊണ്ട് ക്രൈസ്തവ സഭയിൽ ഒരു വലിയ പങ്ക് തന്നെ ഈ BJP-യോട് അനുഭാവം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജോർജ് കുര്യനെ മുന്നിൽ നിർത്തിയത് തന്നെ അതിൻ്റെയൊക്കെ കാര്യമാണ്. ഇപ്പോൾ ജോർജ് കുര്യന്റെ വസതിയിലെത്തി ക്രിസ്മസ് പരിപാടിയിൽ
പങ്കുചേർന്നു. അത് BJPക്ക് കിട്ടുന്ന ഒരു വലിയ മൈലേജ് തന്നെയാണ്. അതൊരു വലിയ സന്ദേശമാണ്. BJPക്കാരെ എല്ലാ ഭവനങ്ങളിലേക്കും ഇനി ക്രിസ്മസ് സന്ദേശവും കേക്കും ഒക്കെ ആയിട്ട് പോലും എത്തുന്നുണ്ട്. കേരളത്തിലെ BJP ഘടകവും അതിനനുസരിച്ച് ഉണരണം. കേരളത്തിലെ ക്രൈസ്തവ സഭകളുണ്ടല്ലോ, ഈ LDFനോടും UDFനോടും അകന്നു നിൽക്കുകയാണ്. കാരണം ഈ LDF CPM എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം ലീഗിനോട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനോട് അമിത പ്രീണനം നടത്തുകയും ആ പ്രീണനം ഈ ക്രൈസ്തവ സഭകളെയും ഹൈന്ദവ സമുദായത്തെയും അകറ്റി നിർത്തുകയും ചെയ്തു LDFിൽ നിന്ന്. ഇത് തന്നെ UDFനും ഉണ്ടായി ഇത്തരത്തിലുള്ള തിരിച്ചടി. അതായത് ലീഗിനെ അമിതമായിട്ട് പ്രീണിപ്പിക്കുക. ഇത് UDFിന്റെ കാലത്തുണ്ടായതാണ്. അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു കൊടുക്കുക. പിന്നെ കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് ലീഗ് കയറി ഇടപെടുക. ലീഗ് ആയിരിക്കും കാര്യങ്ങൾ അന്തിമമായിട്ട് എടുക്കുന്നത്. പാണക്കാട് തങ്ങളുടെ അടുക്കൽ നിന്നായിരിക്കും വിവരങ്ങൾ വരുന്നത്. ശശി തരൂര് കേരളം മുഴുവൻ ഒരു കുട്ടിഘോഷിച്ചുകൊണ്ടൊരു പ്രചാരണമൊക്കെ നടത്തിയല്ലോ. പാണക്കാട് ഞങ്ങളെ കാണുന്നു, ഇവിടെ ചങ്ങനാശ്ശേരിയിലെത്തി നായന്മാരുടെ പോപ്പിനെ കാണുന്നു, അങ്ങനെ ഓടി നടന്ന് കണ്ടല്ലോ. അപ്പൊ ആദ്യം പോകുന്നത് എവിടെയാണ്? പെരുന്നയിലേക്കല്ല, പാണക്കാടാണ് പോകുന്നത്. ഇപ്പൊ സന്ദീപ് വാര്യർ തന്നെ പാണക്കാടേക്കല്ലേ ആദ്യം പോയത്? അവിടെ പോയി കുമ്പിടുക ആദ്യം. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എപ്പോഴും ഇപ്പോൾ പാണക്കാട് തന്നെയാണ്. അവിടെ പോയി ഈ പാണക്കാട് തങ്ങളുടെ കാല് നക്കുക എന്ന് പറയുന്ന ജോലിയാണ് ഇവന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ എന്ത് പറ്റി? ഈ ക്രൈസ്തവ സഭകളെല്ലാം UDFിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നായർ സമുദായവും ഈഴവ സമുദായത്തിനും UDFിൽ നിന്ന് അകൽച്ച ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവര്. കാരണം മുസ്ലിം സമുദായത്തിന് അമിത പ്രീണനവും കോൺഗ്രസിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വവും കാരണം ക്രൈസ്തവര് ഒഴിഞ്ഞു. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് UDFിന് തന്നെ നന്നായിട്ടറിയാം. എപ്പോഴും UDFിന് കിട്ടുന്ന വോട്ടർ എന്ന് പറയുന്നത് കൂടുതലും ക്രൈസ്തവ സഭകളിൽ നിന്നാണ്. ക്രൈസ്തവ സഭകളൊക്കെ എപ്പോഴും UDFിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. പക്ഷേ ലീഗിന്റെ ഈ അപ്രമാദിത്വം കാരണമാണ് ഈ ക്രൈസ്തവര് മാറിപ്പോകാൻ കാരണം. അവിടെയാണ് BJP ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുന്നത്. ക്രൈസ്തവരെ ഇങ്ങോട്ടേക്ക് ചേർത്ത് നിർത്തുന്നു. BJP എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ പാർട്ടി അല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിന് ഇത്രയധികം അംഗീകാരം കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ ചോദിച്ചിട്ട്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി BJPയെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഒരിക്കലെങ്കിലും കുറ്റപ്പെടുത്തിയായിട്ടുള്ള ഒരു പ്രസ്താവനയോ വാർത്തയോ ഉണ്ടോ? ഇല്ല. അവർക്ക് ഭാവിയിൽ ഒരുപക്ഷെ ബന്ധം പോലും സ്ഥാപിക്കാൻ കിട്ടുന്ന ഒരിടമായിരിക്കും, പാർട്ടി ആയിരിക്കും BJP. അത്തരത്തിലായിരിക്കും കാര്യങ്ങൾ മാറുന്നത്. കേരളത്തില് കോൺഗ്രസും CPMഉം ഇല്ലാതായാലും ലീഗ് നിൽക്കും. മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ലീഗിന് അത്രത്തോളം സ്ഥാനമുണ്ട്. അപ്പോൾ അവർക്കറിയാം BJP ആയിരിക്കും ഭാവിയിൽ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ലീഗ് BJPയുമായിട്ട് സഖ്യത്തിലേക്ക് വരെ നീങ്ങുകയും ചെയ്യും. അത്തരത്തിൽ തന്നെ ആയിരിക്കും BJP കാര്യങ്ങള് ആസൂത്രണം ചെയ്തു പോവുക. ക്രൈസ്തവ സഭകളുമായിട്ട് എത്രയോ തവണ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട്, ഡൽഹിയില് നരേന്ദ്രമോദിയെ കാണാനായിട്ട് ഇവിടുത്തെ ബിഷപ്പന്മാരൊക്കെ പോയിട്ടുണ്ടല്ലോ. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന സമയത്ത് പലതവണയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ബിഷപ്പന്മാരെയൊക്കെ കാണുകയുണ്ടായല്ലോ. അപ്പൊ ഇതൊക്കെ ക്രൈസ്തവ സഭകളെ BJPയോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന്റെ ഒരു സൂചനയാണ്. അത് ശുഭ സൂചകമായിട്ടുള്ള കാര്യവുമാണ്. കേരളത്തിൽ ഒന്നുകൂടി BJPക്ക് വേര് ആഴ്ന്നിറങ്ങാനുള്ള ഒരിടം, ഒരു അവസരം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്.